പുറകിലൊരു ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഏട്ടൻ നിൽക്കുന്നുണ്ട്. അത് ആരാന്ന് മനസ്സിലായില്ല. മലക്ക് മാലട്ട സ്വാമിയാണോ അതോ കേസ് കോടതി വിളിച്ചു, അത് ടോർച്ചറാണോ? കോടതിയുടെ നടപടിക്രമല്ലേ? എന്നാൽ കോടതിയോട് പറയുക, കോടതി പ്ലീസ് ജഡ്ജെ ഞങ്ങൾ ടോർച്ചർ ചെയ്യരുത്, അങ്ങനെ പറയാൻ പറ്റുമോ? ഷായ് അങ്ങനെ നമ്മളെ മലയാളികളുടെ അഭിമാനമായ മുട്ടയെ ചലഞ്ച് ചെയ്യേണ്ടത്. അവളുടെ പേരിൽ 15 ലക്ഷം രൂപയാണ് മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം, പഠിത്തം, ചെലവ്. പിതാവ് വളരെ സമ്പന്നനാണെങ്കിൽ കുട്ടിക്ക് അതേ നിലവാരത്തിലുള്ള ജീവിതം ലഭിക്കണമെന്ന് കോടതി കരുതാം. ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് വെറും ഒരു സ്വയം ക്ലൗണായി മാറേണ്ട ആവശ്യം എന്തുണ്ടാവും? ഒരു കോമാളിയായിട്ട് സ്വയം മാറാം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് നമ്മൾ വീണ്ടും ആക്ടർ ബാലയുടെ വിഷയമാണെന്ന് സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഫേസ്ബുക്കിൽ ഈ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് പറയുന്നത്. ഇൻ എ വേ അങ്ങനെ തോന്നിപ്പോയി. കാരണം എന്താ വെച്ചാൽ പല എൻ്റർടൈൻമെൻറ്റ് കോണ്ടൻറ്റ്, ഇൻഫോർമേറ്റീവ് കോണ്ടൻ്റ് ഒക്കെ നോക്കി നടക്കുന്ന ആൾക്കാരിലേക്ക്, അവരുടെ ഫീഡുകളിലേക്ക് ഒരാവശ്യമില്ലാതെ ആൾക്കാർക്ക്, മലയാളികൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്തൊരു വ്യക്തിയുടെ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ഭൂരിഭാഗം ആൾക്കാരും, നല്ലൊരു ശതമാനം, ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് 90% ആൾക്കാരും താല്പര്യമില്ല, ഒരു ശല്യമാണ്, തമിഴ്നാട്ടിലേക്ക് പോയിക്കൂടെ എന്നുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, സ്വന്തം കുടുംബകാര്യം, അതിപ്പോൾ കോടതിയിൽ നടക്കുന്ന സംഭവമാണ്. വളരെ കൃത്യമായിട്ട് കോടതി ഇടപെട്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ട, നമ്മളതിനെക്കുറിച്ച് സംസാരമൊക്കെ മാറ്റിയിരുന്നു. നിങ്ങൾക്കറിയാം, പണ്ട് ഞാൻ പല കേസിലും ഈ അസുഖത്തിൻ്റെ കാര്യത്തിലൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞതിന് ശേഷം അയാളെ ഫസ്റ്റ് വൈഫിൻ്റെ ആ ഒരു ലാസ്റ്റ് ടൈം റിപ്പോർട്ടറിൽ വന്നിട്ടുള്ള ന്യൂസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത സമയത്ത് ഏകദേശം നമുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇയാളുടെ വീഡിയോസ് ഇനി വന്നു കഴിഞ്ഞാൽ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇന്നും ഇന്നലെയായിട്ട് 2 വീഡിയോസ്. അതിന് മുന്നേ തൻ്റെ എല്ലാ സ്വത്തുക്കളും തൻ്റെ ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു, ഞാൻ ഇനി മുതൽ പാപ്പരാണ്, ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളൊരു ഒരു പ്രഹസനം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അത് കണ്ടപ്പോൾ തന്നെ ഒരുവിധ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ, നല്ല കുത്തരിച്ചോറൊക്കെ ഉണ്ട് മനസ്സിലാക്കുന്ന ഞങ്ങൾ മലയാളികൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു പൊട്ട ഐഡിയയാണ്. നിങ്ങളുടെ കയ്യിൽ എല്ലാ സ്വത്തുക്കളും, ഇതൊക്കെ ആരും പറഞ്ഞില്ലയോ, എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം പാപ്പരായി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്കൊന്നും കൊടുക്കണ്ടല്ലോ എന്നാണോ ചിന്തിച്ചിട്ടെന്ന് അറിയില്ല. അത്രയും ഇപ്പോൾ അയാളുടെ ഡയലോഗ് കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻ, ലോക പൊട്ടൻ, ഇത്രയും വലിയ ലോക പൊട്ടനാവുമെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലോ പ്രകാരം അനാവശ്യമായിട്ടുള്ള ഒരു പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്, വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു സംസാരം ഉണ്ടായത് 2 ദിവസം മുന്നേ. 250 കോടി സ്വത്ത്, നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല, അവരുടെ പേഴ്സണൽ മാറ്ററാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നു. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ 2-3 കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഒന്ന്, ഈ പുള്ളിയുടെ ഫസ്റ്റ് വൈഫ് ഈ ചാനലുകൾക്ക് മുന്നിൽ വന്നിട്ട് ഇൻഷുറൻസ് തുകേണ്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ പ്ലേ ചെയ്യാം പഴയ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇത് എയർ ചെയ്ത ചാനൽ റിപ്പോർട്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ മൊട്ട എന്ന് വിളിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മലയാളികൾക്കൊരു മൊട്ടയേ ഉള്ളൂ. മലയാളികൾക്ക് മൊട്ട എന്ന് പറഞ്ഞാൽ ഡോക്ടർ അരുൺകുമാറാണ്, റിപ്പോർട്ടർ ചാനലിലെ. അദ്ദേഹത്തിനെതിരെ ആണ് ഇയാൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. ഇയാളുടെ ഫസ്റ്റ് വൈഫിൻ്റെ പുറകിൽ കളിക്കുന്നത് മൊട്ടയാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ കേസിൻ്റെ എന്തോ പ്രൊസീഡിങ്സ് നടക്കുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ കോർട്ടിൽ നിന്ന് എന്തെങ്കിലും, അതായത് ഇപ്പോൾ ഫസ്റ്റ് വൈഫ് ഇതിനെക്കുറിച്ച് യാതൊരു സംസാരം അവർ വന്ന് പറയുന്നില്ല. ദേ ഹവ് സ്റ്റോപ്ഡ് എവറിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് സോഷ്യൽ മീഡിയ. അവരെല്ലാ കാര്യങ്ങളും ലീഗലായിട്ട് മാത്രമാണ് മൂവ് ചെയ്യുന്നത്, അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇയാളുടെ ഭാഗത്തുനിന്ന് ഇത് ഇങ്ങനെ ഈ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ട് ആർക്കാണ് ഇതൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരുപക്ഷെ ചിലപ്പോൾ അയാളെ പറ്റിയിട്ട് നല്ലതൊന്നും വരുന്നില്ല പറയാൻ. ചാരിറ്റി എന്നൊക്കെ പറയുമെങ്കിലും നമ്മളിപ്പോൾ പറയില്ലേ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് 10 ആളോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ ഇന്ന ചാരിറ്റി ചെയ്യുന്നുണ്ട്, അത് ചെയ്യേണ്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതല്ല ഇന്നത്തെ ഇവിടെ വിഷയം. ഇയാളുടെ 1-2 വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോ ഒരുവിധം സോഷ്യൽ മീഡിയയിലൊക്കെ പല പേജസും എടുത്ത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് ഇതിൽ പറയാൻ തോന്നി. വീഡിയോ പ്ലേ ചെയ്യാം. അതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹൈപ്പിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് വീഡിയോ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അടിസ്ഥാനപരമായിട്ടൊരു കാര്യം പറയാം. ലോ റൂൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് വരും. കുട്ടി നമ്മളുടെ ആണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ കുട്ടി, ഈ ചങ്ങാതിൻ്റെ കുട്ടിയാണെങ്കിൽ റൂളും നിയമമൊന്നുമല്ല, അവനാൻ ഉണ്ടാക്കിയിട്ട കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഭാവിക്ക് വേണ്ടിയിട്ടൊരു
സാമ്പത്തികപരമായിട്ട് അല്ലേ, വെദർ അവരുടെ കയ്യിലുണ്ടോ ഇല്ലയോ ഉണ്ടോ ഒന്നും നോക്കേണ്ടതില്ല. നിങ്ങളെ ഫസ്റ്റ് വൈഫിന് ഡിവോഴ്സ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കാതിരിക്കുക, അതൊക്കെ ഇറ്റ്സ് അപ് ടു യു. റൂൾ എന്തോ ആയിക്കോട്ടെ. ഇനി ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തത് അവരൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ പല ആൾക്കാരും പറഞ്ഞ പോലെ ആ കുട്ടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും, അവൻ ഈ അച്ഛൻ എന്നുള്ള കണ്ടീഷനിൽ, ബയോളജിക്കൽ ഫാദർ എന്നുള്ള കണ്ടീഷനിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു മര്യാദ ഉണ്ട്, ഒരു മാന്യത ഉണ്ട്, ഒരു മനുഷ്യത്വമുണ്ട് ആ കുട്ടിക്ക് അതിന് അർഹതപ്പെട്ടിട്ടുള്ളത്. അതായത് നമ്മളെ ചോരയാണല്ലോ. ഏത് ലോകത്താണെങ്കിലും ഇനിയിപ്പോൾ എന്തൊക്കെയാണ്, ആ കുട്ടി ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ഫൈനൽ സ്റ്റേജിൽ ഗതി കെട്ടിട്ട് അത് ഒന്ന് മീഡിയയുടെ മുന്നിൽ സംസാരിച്ചു. അതും കൊണ്ടെത്തിച്ചത് ഈ വ്യക്തി തന്നെയാണ്, ഇയാൾ തന്നെയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സംഭവം കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്ക്രപ്റ്റാണ്, ഞാൻ പാപ്പരായിപ്പോയി, എൻ്റെ എല്ലാ സ്വത്തുക്കളും അങ്ങോട്ട് കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒരു ന്യായം, അല്ലെങ്കിൽ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സഹതാപം, അങ്ങനെ ഒരു സംഗതി ആരുടെ അടുത്തുനിന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ആ രീതിയിലാണ് ഈ ഒരു വിഷയത്തിനെ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് ക്രൗഡിന് മുന്നിലാണ് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് വന്ന് വിളമ്പുന്നത്. എന്തൊരു ചീത്തയാണ് ആൾക്കാർ പറയുന്നത് അറിയോ. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് യുവർ ഫോളോവേഴ്സ് ഓൺലി. ഇയാളുടെ ഫോളോവേഴ്സ് തന്നെയാണിത്. അവരുടെ മുന്നിൽ ഈ കാര്യം അവതരിപ്പിച്ചിട്ട് വെരി ഫ്യൂ 4 കമൻസ് ഒക്കെ ഉള്ളൂ. 3 കമൻറ്റ് 4 കമൻറ്റ്. ഒരു സ്ത്രീയിട്ട് കണ്ടു, 1-2 സ്ത്രീകളുണ്ട്, അവർ മാറി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇത് ഇവരുടെ ആൾ തന്നെയാണെന്ന് തോന്നിപ്പോവുക, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. എന്തായാലും ഇയാളുടെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. പുള്ളി വന്ന് സംസാരിച്ചിട്ടുള്ള 2 വീഡിയോ ഉണ്ട്. ഒരു വീഡിയോ, ആദ്യത്തെ വീഡിയോ പ്ലേ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. സന്തോഷ വാർത്ത. ഇന്ന് കേസ് ഉണ്ടായിരുന്നു, ഇന്നില്ല, നാളെ ട്യൂസ്ഡേ 2-ാം തീയതി. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് കേസുണ്ടോ കേസില്ല എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇത് ആരെങ്കിലും ചോദിച്ചോ? അവിടെ വിളിച്ചിരിക്കാണ്. ദാറ്റ് ഈസ് നോ നെഗോസിയേഷൻ ബിറ്റ്വീൻ, നോ നെഗോസിയേഷൻ. ഇത് 10 വർഷം മുമ്പ് തീരുന്ന ഒരു കാര്യം. ഇയാൾ പറയുന്നത് ഈ ഫസ്റ്റ് വൈഫിൻ്റെ ഭാഗത്ത് നിന്ന്, ഞാൻ ആദ്യം അതിനിടയ്ക്ക് വിചാരിച്ചു ഇനിയിപ്പോൾ രണ്ടാമത്തെ വൈഫ് എലിസബത്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്. പക്ഷേ എലിസബത്തിനെ കുറിച്ചല്ല, ആ ഒരു കേസ് കോടതിയിൽ നടക്കുന്നില്ല, അത് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇയാൾ പറഞ്ഞ് ഇവരെ ഇടയ്ക്ക് അതിൽ വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, കാശിന് വേണ്ടിയിട്ട് ഇവർ വില പേശി എന്നാണ് ഇയാൾ പറയുന്നത്. തീരുന്ന കാര്യം. അപ്പോൾ എല്ലാവരും இந்த യൂട്യൂബേഴ്സ് ചില പൊരിക്കിങ്ങളാ இருக்காங்கல்ல, അവന് എല്ലാവരും പറയുന്നു നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു, അറിവ് കെട്ടവങ്ങളാ. The settlement is done in the court, in front of the judge. ചെക്ക് ഇല്ല, DD കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞു. ആയിക്കോട്ടെ, കൊടുത്തോളൂ, നല്ല കാര്യമല്ലേ, വെരി ഗുഡ്. നിങ്ങളത് കൊടുത്ത് സെറ്റിൽ ചെയ്യൂ, അതന്നെയല്ലേ വേണ്ടത്. ഇത്രയും പ്രശ്നം വന്നത്. അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. 100 പേരില്ലെങ്കിൽ ഒരു 10 പേരെങ്കിലും എന്നെ വിശ്വസിക്കില്ലേ. നാളെയും കേസ്. സന്തോഷ വാർത്ത. ഇതൊരു വീഡിയോ. ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഇയാളും ഇയാളുടെ വൈഫും, ഇപ്പോഴുള്ള വൈഫും, പിന്നെ പുറകിലൊരു ശബരിമലയ്ക്ക് പോകുന്നൊരു ഏട്ടൻ നിൽക്കുന്നുണ്ട്. അത് ആരാന്ന് മനസ്സിലായില്ല. മലയ്ക്ക് മാലട്ട സ്വാമിയാണോ അതോ ഇയാൾ കറുപ്പും ഇട്ടിട്ട് വല്ല ഡാഡി ഗിരിജൻ്റെ മാതിരി വന്ന് നിൽക്കുകയാണോ എന്നുള്ള അറിയില്ല. ഇയാളും കൂടി വന്നിട്ട് കൈ കൂപ്പി, എനിക്കത് ശബരിമലയ്ക്ക് മാലട്ട, ഇയാളെ കഴുത്തിലൊരു മാലയും കാണുന്നുണ്ട്, അറിയില്ല കേട്ടോ, കറുപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി വന്ന് നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വേറൊരു മൂഡിലാണ് ഈ ഒരു സംസാരം. ഇതിന് മുന്നേ 250 കോടിയുടെ സംസാരമായിട്ട് വേറൊരു വർത്തമാനം വന്നു. എന്തായാലും ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാം. നമസ്കാരം. അന്നേ പറഞ്ഞു 27-ാം തീയതി പിറന്നനാൾ അന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു. നാളെ 2-ാം തീയതി കേസുണ്ട് അല്ലേ? ആമാ, டார்ச்சர் பண்றாங்க. ഇയാളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കേസ് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇവരൊക്കെ വിളിക്കുമോ? ഇയാൾക്ക് കേസ് കൊടുത്തിട്ടുള്ള അയാളുടെ ഫസ്റ്റ് വൈഫ് ഇയാളെ വിളിക്കുമോ? അതായത് കോടതിയിൽ കേസ് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി കക്ഷി വിളിച്ചിട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമോ? കോടതി കേസ് വിളിക്കുന്നത് ടോർച്ചറാണോ? എനിക്ക് സത്യം പറഞ്ഞ ചിരി വരെ ചങ്ങാതിൻ്റെ കാര്യം വെച്ചിട്ട്. കേസ് കോടതി വിളിച്ചു, അത് ടോർച്ചറാണോ? കോടതിയുടെ നടപടിക്രമല്ലേ? എന്നാൽ കോടതിയോട് പറയുക, കോടതി പ്ലീസ് ജഡ്ജെ ഞങ്ങൾ ടോർച്ചർ ചെയ്യരുത്, അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. തമ്പിതാ കണ്ടത്, അത് തമ്പിയാണ് കേട്ടോ. இதுக்கு முன்பு ஒண்ணுமே வேண்டான்னு പറഞ്ഞ ആളുകൾ, ഒന്നുമേ വേണ്ടാന്ന് മീഡിയ മുമ്പ് അഭിനയിച്ച് കരഞ്ഞ്
ക്യാമറ മുമ്പ് അഭിനയിച്ച് കരഞ്ഞ ആളുകൾ എന്നെ വിളിച്ച് വരുത്തി വയ്യാതിരിക്കുന്ന സമയത്ത് അന്ന് നീ വന്നല്ലേ ഇവ വന്നിരുന്നു അല്ലേ 10-ാം തീയതിയാ 9-ാം തീയതിയാ ആമാ തോന്നുന്നു ഞങ്ങൾ അവിടെ ഇരുത്തി വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടു അതെല്ലാം പോട്ടെ അല്ല അത് പോണ്ട. ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോട്ടെ എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് വോളിയം കുറച്ച് കുറവാണ്. ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇയാളുടെക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് വൈഫിനുള്ള എല്ലാം ഇയാൾ കൊടുത്തു തീർത്തതാണ്. അതിനുശേഷം 9-ാം തീയതി വീണ്ടും വിളിച്ചു വരുത്തി വീണ്ടും നെഗോഷിയേറ്റ് ചെയ്തു. അത് കാശ് വീണ്ടും ആവശ്യപ്പെട്ടു എന്നായിരിക്കണം. പിന്നെ ഫോൺ കോളിൽ വിളിച്ച് നെഗോസിയേഷൻ നടത്തുന്നു. ഫോൺ കോളിൽ വിളിച്ച് നെഗോസിയേഷൻ നടത്തിയെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടാവോ അറിയില്ല. ഞാനത് കണ്ടില്ല കേട്ടോ. നിങ്ങൾ ആരെയും കണ്ടു വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എല്ലാവരുടെ ഒരു ചോദ്യം ചോദിക്കാണ്, ഞാൻ എത്ര പേർക്ക് എന്തൊക്കെ ചെയ്തു? എല്ലാവരുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുക. ഇയാളുടെ ഫസ്റ്റ് വൈഫ് ഇയാളെ വിളിച്ചിട്ട് ഇയാളുടെ കുടുംബ പ്രശ്നത്തിൽ കോടതിക്ക് നടക്കുന്ന കേസിൽ അതിനടക്കുന്ന ഇടയിൽ കൂടി ഇയാളെ വിളിച്ചിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്തു എന്ന് അയാൾ പറയുമ്പോൾ നമ്മളോട് ഇത് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മൾ പുറത്തുള്ളവർക്ക് വല്ല ആവശ്യമുണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ? എന്ത് ചെയ്യണം എനിക്കറിഞ്ഞോടാ, ഞാൻ അത്രയും ചെയ്തിട്ടുണ്ട്, അത്രയും ഞാൻ കൊടുത്തിരിക്കാൻ. ഇപ്പവും 2 ലക്ഷം രൂപ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയിലെ പറയുന്നു. அந்த റിപ്പോർട്ടർ ചാനലില് ഒരു മൊട്ട മണ്ടയാണ്. മൊട്ടത്തല അവൻ പേരെന്താ? അരുണാ? മൊട്ട മണ്ടയ അരുൺ, നീ കാരണമാണ് ഇത്രയും പ്രശ്നമായില്ല എന്റെ കുടുംബത്തിൽ. എന്ത് അടിസ്ഥാനത്തിൽ എന്നെ നീ വിളിച്ചു? എന്ത് അറിയാം നിനക്ക് അരുണെ? മൊട്ടത്തന്നെ നീ മണ്ടയിലും ഒന്നുമില്ല അകത്തും ഒന്നുമില്ല. എന്ത് അടിസ്ഥാനത്തിൽ വിളിച്ചെന്നെ? മൊട്ട ഇയാളെ വിളിച്ചു എന്നാണ് അയാൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ മറുപടിയായിട്ട് മൊട്ട വരും, എങ്ങനെ വരും എന്നുള്ളത് നാളെ നമുക്ക് നോക്കാം. 15 ലക്ഷം രൂപ ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾ ന്യൂസ് ഇടും? അപ്പടിയാ ആണോ? ഈ 15 ലക്ഷം രൂപയുടെ എന്ന് പറഞ്ഞാൽ പഴയ കണക്കല്ലേ, പണ്ടത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ ആ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാട്ടോ കൂട്ടത്തില്. അവിടെ നിന്ന് തുടങ്ങിയതാ ഈ പ്രശ്നം. ഇതെങ്ങനെ എന്ത് അടിസ്ഥാനം? உங்களுக்கு ரெக்கார்ட்ஸ் இருக்கணும். ரெக்கார்ட்ஸ் இல்லாம ஒரு சாட்டலைட் சேனல், ரிப்போர்ட்டர் சேனல் எப்படி எங்க நீங்கள் அது பாருங்க. இஃப் யூ டேர் கம் இன் லைவ் எங்கிட்ட பேசு, லைவ்ல பேசு. அருண் தானே அவன் பேரு? மொட்டையா இருப்பான் அருண். ലൈവിലെ പേസ്. അങ്ങനെ നമ്മളെ മലയാളികളുടെ അഭിമാനമായ മുട്ടയെ ചലഞ്ച് ചെയ്യണ്ട. എപ്പോഴും കഷ്ടപ്പെടുത്ത് മനസ്സിലാവുന്നുണ്ടോ? നീ പറഞ്ഞ ഒറ്റ ഒരു കള്ളത്തനം കൊണ്ട് ഒരു കുടുംബം നശിപ്പിക്കാനാണ്. പിന്നെ അവളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ആയിക്കോട്ടെ, ഞാൻ തെറ്റ് ചെയ്തില്ലെന്നുള്ള എല്ലാ എവിഡൻസും ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഇട്ടിരിക്കുന്ന FD ഡെപ്പോസിറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. കോടതിയെ എങ്ങനെ പഠിക്കാൻ പറ്റും? നിങ്ങൾ മണ്ടന്മാരാണോ? കോടതി മുമ്പ് വെച്ചല്ലേ ഒപ്പിടുന്നത്? അവിടെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? കാശ് അവിടെ വെച്ചിട്ടല്ലേ കൊടുക്കുന്നത്? DD ആയിട്ട് കൊടുക്കുന്നത്? ഒരു ബോധം വേണ്ടേ നിങ്ങൾക്ക്? റിപ്പോർട്ടേഴ്സ് ആണോ? ഒരു ബോധം നിങ്ങൾക്ക് അറിവില്ലേ? അറിവ് വേണ്ടേ? ഞാൻ സത്യം പറയാം, ഞാൻ ഇയാളുടെ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വല്ലതും റിപ്പോർട്ടറിൽ വന്നോ എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇയാൾ പറയുന്നത് പഴയ ഇന്റർവ്യൂ ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം പുള്ളിയുടെ ഫസ്റ്റ് വൈഫ് അന്ന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിന് ചെറിയൊരു പോർഷൻ ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. ഞാനാണിപ്പോൾ അവളുടെ ഒരു ഗാർഡിയൻ അല്ലേ, അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ്. അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യൂർ ആയതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ്. അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമല്ലേ. നമുക്ക് ആകെ മോളുടെ പേരിൽ 15 ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഡിവോഴ്സിൽ. അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. എൻറ്റയർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം, പഠിത്തം, ചെലവ് എല്ലാത്തിനും വേണ്ടി ഒരു 15 ലക്ഷം രൂപയുടെ FDയും പിന്നെ 1 ലക്ഷം രൂപ വീതം
7 വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും ഇത് മാത്രമാണുള്ളത്. ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ല എന്നും അടച്ച് നമുക്ക് റെസിപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത്. ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ടും നമ്മളിതിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല, നമുക്ക് പൈസ വേണ്ട, ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ പോവാണ്. പക്ഷേ ഇപ്പോൾ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെൻറ്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്കത് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. ഇയാളുടെ 250 കോടി സ്വത്ത് എല്ലാം മാറ്റി ഇപ്പോൾ പാപ്പരാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ലീഗൽ സൈഡ് കേട്ടോ. ഒരു പിതാവ് തൻ്റെ 250 കോടി മൂല്യമുള്ള എല്ലാ സ്വത്തുക്കളും രണ്ടാം ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയിട്ട് ഞാൻ പാപ്പരാണ് എന്ന് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞാലും അതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ കുട്ടിക്കുള്ള മെയിൻ്റനൻസ് നൽകേണ്ട ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. കോടതി എന്താണ് നോക്കുന്നത്? കോടതി പറയും ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് മാത്രമല്ല പരിശോധിക്കുന്നത്, അവർ നോക്കുന്നത് മുൻകാല സ്വത്തുക്കളും സമ്പത്തും, ഇപ്പോഴത്തെ ജീവിതശൈലി, സ്വത്ത് കൈമാറ്റങ്ങൾ നടന്ന സാഹചര്യം, കൈമാറ്റം യഥാർത്ഥ ഇടപാടായിരുന്നോ അതോ ബാധ്യത ഒഴിവാക്കാനായിരുന്നോ, കൈമാറ്റത്തിന് ശേഷവും ആ സ്വത്തുക്കളുടെ പ്രയോജനം ഇയാൾക്കാണോ ലഭിക്കുന്നത്, കോടതി കൈക്കൊള്ളാവുന്ന നിലപാട്. കോടതിക്ക് തോന്നിയാൽ പിതാവ് മനഃപൂർവ്വം സ്വത്ത് മാറ്റിയത് കുട്ടിയുടെ അവകാശങ്ങൾ ഒഴിവാക്കാനാണെന്ന് പാപ്പരാണ് എന്ന വാദം തള്ളാം. യഥാർത്ഥ സാമ്പത്തിക ശേഷി കണക്കാക്കി മെയിൻ്റനൻസ് നിശ്ചയിക്കാം. പണ്ടത്തേക്കാളും സ്വത്ത് കൈമാറ്റം സംശയാസ്പദമാണെന്ന് വിലയിരുത്താം. കുട്ടിയുടെ വിദ്യാഭ്യാസം, ചികിത്സ, ജീവിത ചെലവ് എന്നിവയ്ക്കായി പിതാവിന് പണം നൽകാൻ നിർദ്ദേശിക്കാം. കുട്ടി സമ്പന്നയാണെങ്കിൽ ഇപ്പോൾ പൈസ ഉണ്ടായിരിക്കും കുട്ടിയുടെ അടുത്ത്, എന്നാലും 11 വയസ്സ്, അതുകൊണ്ട് പിതാവിൻ്റെ ബാധ്യത പൂർണ്ണമായും അവസാനിക്കണമെന്നില്ല. പ്രത്യേകിച്ച് പിതാവ് വളരെ സമ്പന്നനാണെങ്കിൽ കുട്ടിക്ക് അതേ നിലവാരത്തിലുള്ള ജീവിതം ലഭിക്കണമെന്ന് കോടതി കരുതാം. ഇയാൾ 250 കോടി രൂപ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാൾ കൊടുക്കുന്ന ഇപ്പോൾ ഈ ചെറിയ എന്ത് എമൗണ്ടാണ് കൊടുത്തതെന്നും നമ്മൾ വാദിക്കുന്ന കാര്യമല്ല, എന്നാണ് സോഷ്യൽ മീഡിയ ഒന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറയുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് കൊടുത്ത പൈസ കോടതിക്ക് തോന്നുകയാണ് ഇയാൾക്ക് 250 കോടി രൂപയുടെ സ്വത്തുണ്ടെങ്കിൽ കോടതിക്ക് പറയാം, അതായത് അയാളുടെ ജീവിത നിലവാരത്തിനനുസരിച്ചുള്ള കാശ് കൊടുക്കണം, അതേ നിലവാരത്തിൽ ആ കുട്ടി ജീവിക്കണം എന്ന് പറയാം. അതൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ നിന്ന് തെറി വാങ്ങിക്കൂട്ടാൻ യാതൊരു മടിയില്ലെന്ന് ആലോചിക്കുക. കമൻറ്റ് ബോക്സ് എത്ര പേർക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് നിൻ്റെ മകൾക്ക് കൊടുക്കണം. വളരെ സിമ്പിളായിട്ട്. ഇതിനടിയിൽ ഒരു ഐഡിയ ഉണ്ട്, 1-2 ഐഡിയ ഉണ്ട്. ദീപ റാണി എന്നിട്ട് ഐഡിയ. എന്തിന് അവൾക്കൊന്നും വേണ്ട എന്നല്ലേ പറഞ്ഞ്. അതായത് എത്ര പേർക്ക് എന്തൊക്കെ കൊടുത്തിരുന്ന സ്വന്തം മകൾ കൊടുക്കണ്ടേ? ബാല, മോൾ നിങ്ങളുടെയാണ്, അമ്മയോടൊപ്പം നിന്നോട്ടെ, അച്ഛൻ സ്നേഹിക്കുന്നില്ലായിരിക്കാം, എല്ലാം ശരിയാണ്, ബട്ട് അവൾക്കുള്ള അവകാശം കൊടുത്തേക്കോ, ദിസ് ഇസ് യുവർ പാർട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ഒത്തിരി മകളെ സ്നേഹിച്ചു, പക്ഷെ മോൾ തിരിച്ചു തന്നില്ല, അത് കാര്യമില്ല. ഒന്നും പ്രതീക്ഷിക്കേണ്ട, കടമ ചെയ്യുക. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ അവരെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. കുട്ടി നോക്കുന്ന സമയത്ത് അമ്മേനെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ലൈക്ക് അവർ വളരെ സ്നേഹത്തോടെ കഴിയുന്നൊരു ഫാമിലിയാണ്. അവിടെ ഈ കുട്ടി കാണുന്നത് എന്താ? അമ്മയ്ക്ക് മാക്സിമം സമയത്ത് മുഴുവൻ ടെൻഷനും വിഷമം കൊടുക്കുന്നൊരു അച്ഛൻ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരിക്കില്ല. നമ്മൾ കണ്ടാണ് ഇനി കിടക്കേണ്ട ആവശ്യമില്ല. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരാളെ എഴുതിയിരിക്കാൻ കേട്ടോ. ഫസ്റ്റ് വൈഫിന് എഗെയിൻസ്റ്റ് എടുത്താലുള്ള കണ്ടവന്മാരുടെ കൂടെ പോയതിന് കുറ്റമില്ല, ഇയാളെ വേണ്ടാത്തത് കൊണ്ടല്ലേ അവൾ കുഞ്ഞിനെയും എടുത്ത് പോയത്, എന്നിട്ട് എത്രവന്മാരുടെ കൂടെ പോയി, അതിനൊന്നും ആർക്കും കുഴപ്പമില്ല അല്ലേ? അവർ നല്ല ലേഡിയാണെങ്കിൽ അധ്വാനിച്ച് കുഞ്ഞിനെയും കൊണ്ട് ജീവിച്ച് തന്തയോട് കുഞ്ഞിനുള്ള അവകാശം വാങ്ങിക്കണം, അല്ലാതെ കുറേ അവന്മാരുടെ കൂടെ പോയി തൊലിഞ്ഞോ അവകാശം ചോദിക്കാൻ ചെല്ലണോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫൈലാണ്. ഇത് ഫേക്ക് ഐ ഡി പോലെയാണ് അമ്മു അങ്ങനത്തെ കുറേ ഐഡികൾ അവർക്കെതിരെ ഇടുന്നുണ്ട്. ഇയാൾ കുറേ ചാരിറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് നിങ്ങൾ കൊടുത്ത് പേര് നേടുന്നതിന് നിൻ്റെ മക്കൾക്ക് അർഹതപ്പെട്ട് കൊടുത്ത് നീ ഒരു നല്ല അച്ഛനായി ജീവിക്കുക, അതാണ് മനസാക്ഷി. മറ്റേത് പേര് കിട്ടാൻ. അച്ഛൻ അച്ഛൻ്റെ കടമ ചെയ്യുമ്പോൾ പ്രായപൂർത്തിയാവാറായ മോളാണ്, അവൾ തന്നെ തിരിച്ചറിയും, നിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. അല്ലാതെ 24 മണിക്കൂറും മീഡിയയ്ക്ക് മുന്നിൽ വന്ന് വളവള പറയുകയല്ല വേണ്ടത്. തൻ്റെ കടമ നീ ചെയ്യുമ്പോൾ തനിക്കുള്ള ഫലം താനേ വരും. ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന് 10 പൈസയും ആനുകൂല്യം കൊടുക്കാതെ 4ാമത്തെ പൊണ്ടാട്ടിക്ക് അണ്ണാച്ചി എഴുതി വെച്ചു, അതേപടി നടക്കും. അണ്ണാച്ചി കൊച്ചിൻ്റെ DNA അണ്ണാച്ചി കുടുങ്ങുമല്ലോ. ഈ അറിവ് കെട്ട വെള്ളം അടിച്ചാൽ സഹിക്കേണ്ടത്. യെസ്, ഇതാണ് കമൻസ് കംപ്ലീറ്റ് വരുന്നത്. ഒരാൾക്കും കംപ്ലീറ്റ് ലൈക്ക് ഞാൻ കാണിച്ചിട്ടുള്ള വെരി ഫ്യൂ കമൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു രത്നച്ചുരുക്കം പറഞ്ഞാൽ സമ്മറി ഇത്രയേ ഉള്ളൂ. പേഴ്സണൽ ലൈഫ് അറിയാൻ പല ആൾക്കാർക്കും, ചില ആൾക്കാർക്കൊക്കെ താല്പര്യം ഉണ്ടായിരിക്കാം. അവരൊന്നും നിങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ ആരുടെയും പേഴ്സണൽ ലൈഫ് ചോദിക്കുന്നത്, അവർക്ക് ഗോസി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാനും അതിനെക്കുറിച്ച് അറിയാനും താല്പര്യമില്ല. ആൾക്കാർക്ക് താല്പര്യമേ ഇല്ല.
അപ്പോൾ എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരുന്നത്? വന്നിട്ട് വെറും ഒരു സ്വയം ക്ലൗണായി മാറേണ്ട ആവശ്യം എന്താ ഉണ്ടാവുന്നത്? ഒരു കോമാളിയായിട്ട് സ്വയം മാറേണ്ട ഒരു ആവശ്യമില്ല. കോടതിയിൽ കേസ് നടക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെതായ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുക, അതല്ലേ അതിൻ്റെ ഒരു മാന്യത എന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായ പ്രകാരം കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.